ഈശ്വംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ ഉപവസിക്കാറുണ്ടോ? ഉപവാസത്തിൻ്റെ 3 തലങ്ങൾ പറയാം. ഒന്നാമതായി, ഉപവസിക്കുന്ന വ്യക്തികൾക്ക് പ്രലോഭനങ്ങളെ തരണം ചെയ്യാനുള്ള കൃപ ദൈവം തരും. ഒന്ന് ഓർത്തു നോക്കിയേ, മരുഭൂമിയിലെ 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം സാത്താൻ പ്രലോഭനവുമായി ഈശോയുടെ അടുക്കൽ വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ ഈശോ കരുത്ത് നേടിയത് തൻ്റെ ഉപവാസത്തിലൂടെയാണ്. രണ്ടാമതായി, നമ്മുടെ അനുതാപത്തിൻ്റെ അടയാളമാണ് ഉപവാസം. അത് നമ്മുടെ എളിമയുടെ അടയാളം കൂടിയാണ്. ദാവീദ് പാപം ചെയ്തതിന് ശേഷം ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട്, എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് നമ്മുടെ അനുതാപത്തിൻ്റെ വലിയ അടയാളമാണ്. മൂന്നാമതായി, ഉപവാസം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ അടയാളമാണ്. ഈശോയോടൊപ്പം, ഈശോയുടെ സഹനത്തോടൊപ്പം ചേർന്നിരിക്കാനുള്ള അടയാളമാണ് ഉപവാസം. ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, സ്നേഹത്തോടെ ഉപവസിക്കാൻ, അനുതാപത്തോടെ ഉപവസിക്കാൻ, പ്രലോഭനങ്ങളെ മറികടക്കാൻ ഉപവസിക്കാൻ നീ എനിക്ക് കൃപ തരണം. അങ്ങനെ എല്ലാവർക്കും ഒന്നും ഉപവാസം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കാൻ കഴിയില്ല. കൃപയുള്ളവർക്കേ അതിന് കഴിയൂ. തലവണങ്ങി ആശീർവാദം സ്വീകരിക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ആവാസവും ഇന്നും എപ്പോഴും നിങ്ങളോടൊപ്പവും, നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളോടൊപ്പവും, നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളോടൊപ്പവും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.